ഹലോ എവരിവൺ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈവൻറ്റ് മാനേജ്മെൻറ്റ് ഇൻഡസ്ട്രിയിലുള്ള ഓൺടർപ്രണർഷിപ്പ് ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചാണ്. എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് ഈവൻറ്റ് മാനേജ്മെൻറ്റ് ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വരാൻ വേണ്ടി പറ്റുന്നത്, എങ്ങനെയാണ് ഒരു വ്യക്തി ഒരു ഈവൻറ്റ് മാനേജ്മെൻറ്റ് കമ്പനി തുടങ്ങുന്നത്, അതിന് എത്രത്തോളം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, അതിൻ്റെ ഒരു സോട്ട് അനാലിസിസ്, അതായത് സ്ട്രെങ്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റീസ്, ത്രെട്ട് തുടങ്ങിയ ഒരു കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ സിംപ്ലി പറയുകയാണെങ്കിൽ ഈവൻറ്റ് മാനേജ്മെൻറ്റ് ഇൻഡസ്ട്രിയിൽ എത്രത്തോളം ഓൺടർപ്രണർഷിപ്പ് ഓപ്പർച്യൂണിറ്റീസ്, അതായത് പുതിയ സംരംഭങ്ങൾ തുടങ്ങാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ നമുക്ക് ഡയറക്റ്റ്ലി ഫസ്റ്റ് പോയിന്റിലേക്ക് കടക്കാം. Fact and figures about event management industry. According to the recently released EMAX Global Report, the total size of the event and experiential marketing industry for the last audited year stand at INR 6,250 crore, which of the organized sector represent INR 3,750 crore. രാജ്യത്തിനകത്ത് ഇമാക്സ് ഗ്ലോബൽ റിപ്പോർട്ട് പ്രകാരം 6,250 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എവിടെ നടക്കുന്നുണ്ട്, ഈവൻറ്റ് മാനേജ്മെൻറ്റ് ഇൻഡസ്ട്രി മാത്രമായിട്ട് കൈകാര്യം ചെയ്യുന്നുണ്ട്. ഇതിൽ തന്നെ ഓർഗനൈസ്ഡ് സെക്ടർ, അതായത് ഇപ്പോൾ പെട്ടെന്ന് പറയുകയാണെങ്കിൽ എനിക്കൊരു കമ്പനി ഉണ്ടെന്ന് വിചാരിക്കാം. ഞാൻ ആ കമ്പനിയുടെ ആരാണ്, ഓർഗനൈസിങ് വിങ് ആണ് അല്ലേ. മേ ബി ആ പരിപാടിയിലേക്ക് അല്ലെങ്കിൽ ആ ഒരു സ്പെസിഫിക് ആയാലൊരു എക്സിബിഷനിലേക്കോ അല്ലെങ്കിൽ ഒരു മേ ബി ഒരു ട്രേഡ് ഫെയറിലേക്കോ അതിന് വേണ്ടിയുള്ള സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് ആരായിരിക്കും, വേറെ ഒരു ടീമായിരിക്കും. മേ ബി ഒരു സ്റ്റേജ് അറേഞ്ച്മെൻറ്റ്സ് ചെയ്യുന്നത് വേറൊരു ടീമായിരിക്കും, അതിലേക്ക് വേണ്ടിയുള്ള ഫുഡ് ആൻഡ് ബ്യൂറേജ് ഐറ്റംസ് സെർവ് ചെയ്യുന്നത് വേറൊരു ടീമായിരിക്കും. സോ അത് ഓർഗനൈസ് ചെയ്യുന്ന സെക്ടർ എത്രത്തോളം എമൗണ്ട് അതിൽ ഡീൽ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 3,750 crore എന്ത് ചെയ്യുന്നുണ്ട്, ഓർഗനൈസേഷൻ സൈഡിൽ നിന്ന് മാത്രമായിട്ട് ഈവൻറ്റ് മാനേജ്മെൻറ്റ് ഇൻഡസ്ട്രിയിൽ കൈകാര്യം ചെയ്യുന്നുണ്ട്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ഫാക്ട് രണ്ടാമത്തെ പോയിന്റിൽ പറയുന്നുണ്ട്. ദ ടോപ്പ് 25 ഏജൻസീസ് ഓഫ് ദ ടോട്ടൽ ഓർഗനൈസ്ഡ് സെക്ടർ അക്കൗണ്ട് ഫോർ INR 2,183 crores, which means 59% of the organized market is split between these companies. തുടക്കത്തിൽ നമ്മൾ പറഞ്ഞു 6,250 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റും വിനിമയവും എവിടെ നടക്കുന്നുണ്ട്, ഈവൻറ്റ് മാനേജ്മെൻറ്റ് ഇൻഡസ്ട്രി എന്ന് പറയുന്ന ഒരു സെക്ടറിലായിട്ട് നടക്കുന്നുണ്ട്. അതിൽ തന്നെ ഓർഗനൈസിങ് സെക്ടറിനെ റെപ്രസെൻറ്റ് ചെയ്തിട്ട് ഏകദേശം 3,750, അതായത് 3,750 കോടി രൂപയുടെ വിനിമയം ഇവിടെ നടക്കുന്നുണ്ട്, ഈവൻറ്റ് മാനേജ്മെൻറ്റ് ഇൻഡസ്ട്രിയിൽ നടക്കുന്നുണ്ട്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഫാക്റ്റ് പറയുന്നത്, ഇതിലെ 2,183 കോടി രൂപ കൈകാര്യം ചെയ്യുന്നത് മാർക്കറ്റിംഗ് ലീഡിങ്ങിലായിട്ട് നിൽക്കുന്ന 25 കമ്പനീസാണ്. ഏകദേശം മൊത്തം മാർക്കറ്റിൻ്റെ 59% കൈകാര്യം ചെയ്യുന്നത് വളരെ ലീഡിങ് ആയിട്ടുള്ള ഈ 25 കമ്പനീസാണ് എന്നാണ് പറയുന്നത്. സോ നമ്മൾ ഇൻ കേസ് ഒരു ഈവൻറ്റ് മാനേജ്മെൻറ്റ് കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നു, നമ്മൾ നമ്മുടെ എല്ലാ പ്രോബ്ലംസിനെയും അതിജീവിച്ച് ടോപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി 2,183 കോടി രൂപ കൈകാര്യം ചെയ്യുന്ന ഒരു കമ്പനിയിലേക്ക് നമ്മൾ വരുന്നുണ്ടെങ്കിൽ നമുക്ക് എത്രത്തോളം ഓപ്പർച്യൂണിറ്റി ഇൻഡസ്ട്രിയിൽ ഉണ്ട് എന്നുള്ളത് നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ. നെക്സ്റ്റ് നമുക്ക് അടുത്ത പോയിന്റിലേക്ക് കിടക്കാം. The event industry in India is currently growing at the rate of 28 to 30%. വർഷാവർഷത്തെ കണക്കുകൾ പ്രകാരം കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം എത്രത്തോളം ഉണ്ട്, 28% എന്തുണ്ട്, ഈവൻറ്റ് മാനേജ്മെൻറ്റ് ഇൻഡസ്ട്രിയിൽ ഹൈക്ക് ഉണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റിലേക്ക് കിടക്കുകയാണെങ്കിൽ ഈവൻറ്റ് ഇൻഡസ്ട്രി ക്രോസ് ദ മാർക്ക് ഓഫ് 5,800 crore in the third quarter of 2016, which make it one of the fastest growing industries in India. 2016 തേർഡ് ക്വാർട്ടറിൽ വന്ന കണക്ക് പ്രകാരം ഏകദേശം 5,800 കോടിയിലധികം രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എവിടെ നടക്കുന്നുണ്ട്, ഈവൻറ്റ് മാനേജ്മെൻറ്റ് ഇൻഡസ്ട്രിയിൽ നടക്കുന്നുണ്ട്. 2016 തന്നെ നിങ്ങൾ ഇന്നത്തെ ഒരു കോവിഡ് സിറ്റുവേഷനുമായിട്ട് ഒരിക്കലും ഒരു ഈവൻറ്റ് മാനേജ്മെൻറ്റ് കമ്പനീസിനെ പെട്ടെന്ന് നിങ്ങൾ കമ്പയർ ചെയ്യരുത് കേട്ടോ. മറിച്ച് എന്ത് ചെയ്യണം, ലാസ്റ്റ് നമ്മൾ വളരെ സ്റ്റാൻഡായിട്ട് നിൽക്കുന്ന സമയത്തുള്ള ഒരു കണക്കുകളാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരിക്കലും ഈ വർഷത്തെ കണക്കുകൾ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു ഇൻഡസ്ട്രിയെ നമുക്ക് വിലയിരുത്താൻ വേണ്ടി പറ്റില്ല. അതിനുള്ള ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മേ ബി നമുക്ക് സാമ്പത്തിക തകർച്ചകളൊക്കെ വരുന്ന ചില സമയത്ത് യൂറോപ്പിനെ മാത്രമായിരിക്കും ബാധിക്കുന്നത്, ചില സമയത്ത് എന്തായിരിക്കും അമേരിക്കയെ മാത്രമായിരിക്കും ബാധിക്കുന്നത്, ചില സമയത്ത് എന്തായിരിക്കും അത് ഇന്ത്യ ആയിരിക്കും ബാധിക്കുന്നത്. കോവിഡിൻ്റെ കേസ് പറയുന്ന സമയത്ത് എൻ്റയർ ദ വേൾഡിൽ എല്ലാ ഹ്യൂമൻ ബീയിങ്സിനെയും അത് അഫക്റ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. സോ ഒരിക്കലും നിങ്ങൾ ഈ ഒരു സമയത്ത് അല്ലെങ്കിൽ 2020 കണക്ക് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരിക്കലും ഈവൻറ്റ് മാനേജ്മെൻറ്റ് ഇൻഡസ്ട്രിയുടെ ഒരു എക്സ്പോഷർ നമുക്ക് കാണിച്ചു തരാൻ വേണ്ടി പറ്റില്ല.
അതുകൊണ്ടാണ് ഏറ്റവും ലാസ്റ്റിലായിട്ട് വന്നിട്ടുള്ള വളരെ പോപ്പുലർ ആയിട്ടുള്ള റിപ്പോർട്ടുകൾ വെച്ചിട്ട് നമ്മളിത് ഡിസ്കസ് ചെയ്തു പോകുന്നത്. 2016 വന്ന റിപ്പോർട്ട് പ്രകാരം 2016 തേർഡ് ക്വാർട്ടറിൽ ഏകദേശം 5800 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എവിടെ നടക്കുന്നുണ്ട്? ഈവൻറ്റ് മാനേജ്മെൻറ്റ് ഇൻഡസ്ട്രിയിലായിട്ട് നടക്കുന്നുണ്ട്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലുതായിട്ട് ബൂം ചെയ്തു വരുന്ന ഇൻഡസ്ട്രികളിലൊന്നായിട്ട് ഈവൻറ്റ് മാനേജ്മെൻറ്റ് ഇൻഡസ്ട്രി മാറിക്കഴിയുന്നുണ്ട്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓൺടർപ്രണർഷിപ്പിൻ്റെ സ്കോപ്പുകളാണ്. ഇപ്പം നമ്മൾ സ്വന്തമായിട്ടൊരു കമ്പനി തുടങ്ങുമ്പോൾ എങ്ങനെയാണ് നമ്മൾ തുടങ്ങുന്നത്, എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ആണ്, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ നോക്കേണ്ടത്, എവിടെ നിന്നാണ് നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് കിട്ടുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹൗ ടു സ്റ്റാർട്ട് ആൻ ഈവൻറ്റ് മാനേജ്മെൻറ്റ് കമ്പനി. പുതുതായിട്ടൊരു വ്യക്തി ഈവൻറ്റ് മാനേജ്മെൻറ്റ് ഇൻഡസ്ട്രിയുമായിട്ട് യാതൊരു തരത്തിലുള്ള ഒരു ബന്ധവും ഇല്ലാത്തൊരു വ്യക്തി എങ്ങനെയാണ് ഈ ഒരു മേഖലയിൽ വന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത് തുടങ്ങിയുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് നമ്മളിവിടെ കാര്യങ്ങൾ പറയുന്നത്. ദ ഫസ്റ്റ് പോയിന്റ്, ഡിസൈഡ് ദി സർവീസസ് യു വിഷ് ടു സെൽ. എന്ത് സർവീസാണ് നിങ്ങൾ കൊടുക്കുന്നതെന്ന് ആദ്യം നിങ്ങൾ ഉറപ്പുവരുത്തണം. മേ ബി പൊതുവെ നമ്മുടെ നാട്ടുകളിലൊക്കെ വളരെ വൈഡ് വെറൈറ്റീസ് ആയിട്ട് കാണാൻ പറ്റുന്നത് വെഡ്ഡിങ് ഫോക്കസ്ഡ് ആയിട്ടുള്ള ഈവൻറ്റ് മാനേജ്മെൻറ്റ് കമ്പനീസാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ഈവൻറ്റ് മാനേജ്മെൻറ്റ് കമ്പനി ഒരു വെഡ്ഡിങ്ങിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്വാഭാവികമായിട്ടും നമ്മുടെ നാട്ടിൻപുറത്തുകളിലൊന്നും ഒരു കോൺഫറൻസുകളോ ഒരു എക്സിബിഷൻസുകളോ ഒരു ട്രേഡ് ഷോകളോ ഒന്നും ഉണ്ടായെന്ന് വരില്ല. മറിച്ച് വെഡ്ഡിങ് എന്ന് പറയുന്നത് ആ ഒരു മേഖലയിൽ എല്ലാ മേഖലയിലും ഉള്ളൊരു സംഗതിയാണ്. സോ വെഡ്ഡിങ്ങിലേക്ക് അവർ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കൂടുതലായിട്ട് ബിസിനസ് കിട്ടുന്ന ആ ഒരു ഏരിയയിൽ നിന്നായതുകൊണ്ടാണ്. സോ നമുക്ക് പോയിന്റിലേക്ക് വരാം. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ തീരുമാനിക്കണം നമ്മൾ ഏത് മേഖലയിലാണ് ഈവൻറ്റ് മാനേജ്മെൻറ്റ് ഇൻഡസ്ട്രിക്കകത്ത് നമ്മൾ സർവീസ് കൊടുക്കുന്നത് എന്നുള്ളത് നമ്മൾ ആദ്യം തീരുമാനിക്കണം. സോ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം അത് ഡിസൈഡ് ചെയ്യണം. മേ ബി നമ്മൾ മീറ്റിങ്ങിലായിരിക്കാം, അല്ലെങ്കിൽ ഇൻസെൻറ്റീവ് ട്രാവലിലായിരിക്കാം, അതും അല്ലെങ്കിൽ കോൺഫറൻസിലായിരിക്കാം, അതും അല്ലെങ്കിൽ എക്സിബിഷൻസിലായിരിക്കാം, ഇനി അതും അല്ലെങ്കിൽ ട്രേഡ് ഫെയർസിലായിരിക്കാം. സോ ഏത് മേഖലയിലാണ് നമ്മൾ സർവീസ് കൊടുക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ടൊരു ധാരണ നമുക്ക് ഉണ്ടായിരിക്കണം. രണ്ടാമത്തെ പോയിന്റിലേക്ക് വരികയാണെങ്കിൽ ഡു മാർക്കറ്റ് റിസർച്ച്, കോമ്പറ്റീറ്റേഴ്സ് അനാലിസിസ് ആൻഡ് സോട്ട് അനാലിസിസ്. എപ്പോഴും നമ്മൾ മാർക്കറ്റിലേക്ക് വരുമ്പോൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് സോട്ട് അനാലിസിസ് എന്ന് പറയുന്നത്. സോട്ടിനെ നമുക്ക് ഇപ്രകാരം മാറ്റി നിർത്താം, അല്ലെങ്കിൽ വേർതിരിച്ചെടുക്കാം. സ്ട്രെങ്ത്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റീസ്, ത്രെട്ട്. സ്ട്രെങ്ത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കമ്പനിക്ക്, നമ്മൾ തുടങ്ങാൻ പോകുന്ന ഒരു കമ്പനിക്കുള്ള സ്ട്രെങ്ത്ത്, എന്തുകൊണ്ടാണ് നമ്മൾ മറ്റ് കമ്പനികളിൽ നിന്ന് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്, എന്താണ് നമ്മൾ സെയിൽ ചെയ്യാൻ പോകുന്ന സർവീസിൻ്റെ ഒരു കോൺഫിഡൻസ്. അതായത് മാർക്കറ്റിൽ മറ്റാരും കൊടുക്കാത്തൊരു സർവീസാണ് നമ്മൾ കൊടുക്കുന്നത്. ഓട്ടോമാറ്റിക്കലി എന്തായിരിക്കും, നമ്മുടെ സ്ട്രെങ്ത്ത് എന്ന് പറയുന്നത് എന്തായിരിക്കും, അതായിരിക്കും. രണ്ടാമത്തത് വീക്ക്നെസ്. എല്ലാ കമ്പനീസിനും എന്ത് ഉണ്ടാവും, ഒരു വീക്ക്നെസ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ മാർക്കറ്റിൻ്റെ ഒരു വീക്ക്നെസ് ഉണ്ടായിരിക്കും. നമ്മൾ പെട്ടെന്ന് മാർക്കറ്റിൻ്റെ കേസ് പറയുകയാണെങ്കിൽ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഈവൻറ്റ് മാനേജ്മെൻറ്റ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ബൂം ചെയ്തു വരുന്ന ഒരു ഇൻഡസ്ട്രിയാണെന്ന് പറയാം. അത് നമ്മുടെ സ്ട്രെങ്ത് ആയിട്ട് വയ്ക്കാം. കോവിഡ് വന്നതോടുകൂടെ ഈവൻറ്റ് മാനേജ്മെൻറ്റ് ഇൻഡസ്ട്രി എന്ത് ചെയ്തു, അതൊന്ന് ക്ഷയിച്ച് തുടങ്ങിയിട്ടുണ്ടെന്നുള്ളതായിരിക്കും നമ്മുടെ വീക്ക്നെസ് ആയിട്ട് പറയാം. ഓപ്പർച്യൂണിറ്റീസ്, അതായത് O സ്റ്റാൻഡ്സ് ഫോർ ഓപ്പർച്യൂണിറ്റീസ്. നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് എടുത്തുന്ന സമയത്ത് നമുക്ക് എന്ത് പറയാം, കോവിഡിന് ശേഷം എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ ഒരു ഇൻഡസ്ട്രി ഒന്നും കൂടെ ബൂം ചെയ്യും. സോ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, നമുക്ക് ബിസിനസ് വരും എന്നുള്ള നമ്മുടെ ഒരു ഓപ്പർച്യൂണിറ്റീസ് ആയിട്ട് മുന്നിൽ വയ്ക്കാം. ത്രെട്ട്, അതായത് ഭീഷണിയായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അങ്ങനെ ഒരു പോയിന്റ് വരികയാണെങ്കിൽ, അങ്ങനെ ത്രെട്ട് നമ്മളെ മുന്നിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ വേണ്ടി പറ്റും, ഇൻ കേസ് കോവിഡ് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ എന്ത് ചെയ്യുന്നില്ല, മാറുന്നേ ഇല്ല, ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് 2 വർഷം പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അത് നമുക്കൊരു ഭീഷണിയാണ് അല്ലേ. സോ ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ മാർക്കറ്റിനെ വിലയിരുത്തും. അതായത് ഇപ്പോൾ കൊറോണ എന്നുള്ളൊരു ഫാക്ടറിനെ മുൻനിർത്തി നമ്മൾ മാർക്കറ്റിനെ വിലയിരുത്തുന്ന സമയത്തുള്ള പോയിന്റുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതോടൊപ്പം തന്നെ നമ്മുടെ കോമ്പറ്റേറ്റേഴ്സും എല്ലാ മാർക്കറ്റിലും നമ്മൾ എത്തുമ്പോഴും അവിടെ ഒരു മാർക്കറ്റിൽ ടൈക്കൂൺസ് ഉണ്ടായിരിക്കും. അതും അല്ലെങ്കിൽ ഒരു മാർക്കറ്റിൽ ഏറ്റവും ടോപ്പ് മോസ്റ്റ് പൊസിഷൻ കീപ്പ് ചെയ്യുന്ന ഒരു ടീം ഉണ്ടായിരിക്കും. അതിൻ്റെ താഴെയുള്ള ടീമുകൾ ഉണ്ടായിരിക്കും. ഒരുപാട് ബിസിനസ് വോളിയം ഉള്ള ടീമുകൾ ഉണ്ടായിരിക്കും. ഒരുപാട് കോൺടാക്റ്റുകളുള്ള ടീമുകൾ ഉണ്ടായിരിക്കും. സോ നമ്മൾ എന്ത് ചെയ്യണം, ഇവരെക്കുറിച്ച് കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. അടുത്ത പോയിന്റിലേക്ക് വരാം. പ്രിപ്പയർ ബിസിനസ് പ്ലാൻ ഫോർ യുവർ ഈവൻറ്റ് മാനേജ്മെൻറ്റ് കമ്പനി. കൃത്യമായിട്ട് ഒരു ബിസിനസ് പ്ലാനോട് കൂടെ വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഒരു ഈവൻറ്റ് മാനേജ്മെൻറ്റ് കമ്പനി തുടങ്ങാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് പോയിന്റ്, ഔട്ട്ലൈൻ യുവർ ബിസിനസ് ഒബ്ജക്റ്റീവ്സ്. ആ ഒരു ബിസിനസ് പ്ലാൻ വഴി എന്തൊക്കെ ഒബ്ജക്റ്റീവ്സിനെയാണ് നമ്മൾ നേടിയെടുക്കേണ്ടതെന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ടൊരു പ്ലാൻ നമുക്ക് ഉണ്ടാവണം. അടുത്ത പോയിന്റ്, ഡിറ്റർമൈൻ യുവർ സ്റ്റാഫിംഗ് നീഡ്സ് ആൻഡ് വാട്ട് ഷുഡ് ബി ദെയർ സ്കിൽ സെറ്റ്. നമ്മളൊരു കമ്പനി തുടങ്ങുമ്പോൾ ഓട്ടോമാറ്റിക്കലി, പ്രത്യേകിച്ചും ഈവൻറ്റ് മാനേജ്മെൻറ്റ് കമ്പനിയൊന്നും നമ്മളെ കൊണ്ട് ഡയറക്റ്റ്ലി എന്ത് ചെയ്യാൻ പറ്റില്ല, ഒറ്റയ്ക്ക് ഒരാളെ വെച്ചിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ യാതൊരു കാരണവശാലും പറ്റാത്തൊരു സെക്ടറാണ് ഈവൻറ്റ് മാനേജ്മെൻറ്റ് കമ്പനി എന്ന് പറയുന്നത്.
സിംപ്ലി പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു മീറ്റിംഗ് ആണെന്ന് വിചാരിക്കാം. ഇപ്പോൾ ഒരു മീറ്റിംഗ് ആണ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്, ഒരു ഇൻ്റർനാഷണൽ ലെവലിലുള്ള ഒരു മീറ്റിംഗ് ആണ് അല്ലെങ്കിൽ ഒരു എക്സിബിഷൻ ആണെന്ന് വിചാരിക്കാം. സോ ഓട്ടോമാറ്റിക്കലി എന്ത് വേണ്ടി വരും? ഫുഡ് ആൻഡ് ബ്യൂറേജ് ഐറ്റംസിന് വേണ്ടി നമ്മൾ സർവീസ് പ്രൊവൈഡറെ കണ്ടെത്തേണ്ടി വരും. അദ്ദേഹം എന്ത് ചെയ്യുന്നു? ഫുഡ് ആൻഡ് ബ്യൂറേജ് കാര്യങ്ങളെല്ലാം സെർവ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ സ്റ്റേജ് ഡെക്കറേഷന് വേണ്ടിയിട്ട് നമ്മൾ വേറൊരു ടീമുമായിട്ട് ബന്ധപ്പെടുന്നു. ടെക്നിക്കൽ സപ്പോർട്ടിന് വേണ്ടി മേ ബി ഇലക്ട്രിസിറ്റി ആയിരിക്കാം, അതും അല്ലെങ്കിൽ LED സ്ക്രീനുകളായിരിക്കാം, അതിന് വേണ്ടി എന്ത് ചെയ്യുന്നു? നമ്മളൊരു വേറൊരു ടീമുമായിട്ട് ബന്ധപ്പെടുന്നു. ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യണമെങ്കിൽ ഒന്നുകിൽ കോൺഫറൻസ് സെൻറ്റേഴ്സോ അതോ അല്ലെങ്കിൽ ബാങ്കറ്റ് ഹോളുകളോ വേണം. അതിനുവേണ്ടി നമ്മളൊരു ഹോട്ടലുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. സോ ഇവരുമായിട്ടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഇതിനൊക്കെ ഇടയിലും എന്ത് വേണം? നമുക്ക് സ്റ്റാഫുകൾ വേണം. ഇവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം, കൃത്യസമയത്ത് ആ സർവീസ് കൊടുക്കാൻ വേണ്ടി പറ്റണം. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. സോ നമ്മൾ സ്റ്റാഫിന് എടുക്കുന്ന സമയത്ത് നമുക്ക് അറിയണം എന്തൊക്കെ സ്കില്ലുകളാണ് അവർക്ക് വേണ്ടത് എന്നുള്ളത്. ഈ കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അല്ലെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് കൃത്യമായിട്ടൊരു ധാരണ വേണം നമ്മൾ പുതുതായിട്ടൊരു ഈവൻറ്റ് മാനേജ്മെൻറ്റ് കമ്പനി തുടങ്ങുന്ന സമയത്ത്. നെക്സ്റ്റ് പോയിന്റിലേക്ക് വരികയാണെങ്കിൽ, ഡിറ്റർമൈൻ ഹൗ എക്സാക്ട്ലി യു വിൽ ഫൈൻഡ് ക്ലയൻറ്റ്സ്. എങ്ങനെയാണ് നമ്മൾ ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ പൈസ ഉണ്ട്, എങ്ങനെ നമ്മൾ മാർക്കറ്റിനെ കുറിച്ച് സ്റ്റഡി നടത്തി നമ്മളിലേക്ക് എംപ്ലോയീസിനെ എടുത്തു, ഇനി നമ്മൾ എന്ത് ചെയ്യണം? എങ്ങനെയാണ് നമ്മൾ ക്ലയൻറ്റിനെ കണ്ടെത്തുന്നത് എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ളൊരു ധാരണ നമുക്കുണ്ടായിരിക്കണം. നെക്സ്റ്റ് പോയിന്റ് എന്താണ് പറയുന്നത്? എസ്റ്റിമേറ്റ് യുവർ ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ് ഫോർ 1 whole year. ഒരു വർഷത്തേക്ക് വേണ്ടിയുള്ള എത്രത്തോളം രൂപ ചിലവാകുന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ടൊരു ഐഡിയ നമുക്ക് ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രിപ്പയർ എ കോണ്ടിൻജൻസി പ്ലാൻ. അതായത് ഒരു വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ളൊരു പ്ലാൻ എന്ത് വേണം? നമുക്ക് ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട് വേണം. നെക്സ്റ്റ് പോയിന്റ് പറയുകയാണെങ്കിൽ, ഓൺ ദ ബേസിസ് ഓഫ് യുവർ ബിസിനസ് പ്ലാൻ ഡിറ്റർമൈൻ യുവർ ഓപ്പറേറ്റിംഗ് കോസ്റ്റ്. നമുക്കൊരു ബിസിനസ് പ്ലാൻ വരുന്നതോടുകൂടെ നമുക്ക് ഒരു വർഷത്തേക്ക് വേണ്ടി കൃത്യമായിട്ട് കമ്പനി മുന്നോട്ട് പോകാൻ എത്രത്തോളം രൂപ വേണ്ടി വരും എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നമുക്കൊരു പ്ലാൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇപ്പം നമ്മുടെ ബിസിനസ് പ്ലാൻ വഴി നമുക്ക് ഏകദേശം ഒരു 5 ലക്ഷം രൂപയാണ് നമ്മൾ ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മളൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്തു. അതിനുശേഷം നമ്മളുടെ എംപ്ലോയീസിനെല്ലാം പേയ്മെൻറ്റ് കൊടുത്തു വരുമ്പോൾ, മേ ബി ഇലക്ട്രിസിറ്റി കൊടുത്തു വരുമ്പോൾ, നമ്മളുടെ വെഹിക്കിൾ എക്സ്പെൻസ് കൊടുത്തു വരുമ്പോൾ ഏകദേശം ഇത്രത്തോളം പേയ്മെൻറ്റ് വരും എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ട് നമുക്കൊരു ധാരണ ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് പോയിന്റ്, ഓൺ ദ ബേസ് ഓഫ് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഡിസൈഡ് യുവർ ഓൺ ഫീസ് ആൻഡ് ദ സ്റ്റാഫ് സാലറി. ഒരു ഓപ്പറേറ്റിംഗ് കോസ്റ്റ് വരുന്നതോടുകൂടെ നമ്മൾ അടുത്ത സ്റ്റേജിലേക്ക് കിടക്കുകയാണ്. നമ്മുടെ സ്റ്റാഫിൻ്റെ സാലറി, അതായത് നമുക്ക് കിട്ടുന്നതിനനുസരിച്ചാണ് നമുക്ക് എപ്പോഴും എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? സ്റ്റാഫിന് ശമ്പളം കൊടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഇപ്പോൾ ഒരു കമ്പനിയിൽ 1 ലക്ഷം രൂപയാണ് ഒരു മാസം ടേൺ ഓവർ ഉണ്ടാവുന്നത്. നമുക്ക് 3 എംപ്ലോയീസ് ആണുള്ളത്. 3 പേർക്ക് നമ്മൾ 30,000 രൂപ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്താണ് ബാലൻസ് ഉണ്ടാവുന്നത് എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം, അല്ലേ? ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഈ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഫിക്സ് ചെയ്യണം. അതിനെ ഡിപ്പെൻസ് ചെയ്തിട്ട് എന്ത് വേണം? എംപ്ലോയീസിന് നമ്മൾ എത്ര രൂപ കൊടുക്കുക എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ളൊരു ധാരണ നമുക്ക് വേണം. നെക്സ്റ്റ് പോയിന്റ് ഡിസ്കസ് ചെയ്യുന്നത്, ഗെറ്റ് ഇൻവെൻറ്റേഴ്സ് ബിസിനസ് പാർട്ട്നേഴ്സ് ഫോർ യുവർ ഈവൻറ്റ് മാനേജ്മെൻറ്റ് കമ്പനി. ഒന്നെങ്കിൽ സ്വന്തമായിട്ട് നമുക്ക് കമ്പനി തുടങ്ങാം. നമ്മുടെ കയ്യിൽ ഒരുപാട് പൈസയുണ്ട്, ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ധൈര്യമുണ്ട്, മാർക്കറ്റിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ധാരണയുണ്ട്, നല്ല എംപ്ലോയീസ് നമ്മുടെ കൂടെയുണ്ട്. ഈ സമയത്ത് എന്ത് ചെയ്യാം? നമുക്ക് ഡയറക്റ്റ്ലി പോയിട്ട് വേണമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അതും അല്ലെങ്കിൽ ചില സമയത്ത് എന്തായിരിക്കും, നമ്മൾ പുതിയ ഇൻവെസ്റ്റേഴ്സിന് എന്ത് ചെയ്യാം? നമ്മൾ നോക്കിക്കൊണ്ടിരിക്കും. പുതിയ ബിസിനസ് പാർട്ട്നേഴ്സിനെ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കണം. ആ സമയത്ത് നമുക്ക് കൃത്യമായിട്ട് ധാരണ വേണം, നമ്മുടെ കയ്യിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള പൈസ ഉണ്ടോ? ഇല്ല എന്നാണെങ്കിൽ നമ്മളിലേക്ക് ആരാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ വരുന്നത്, എങ്ങനെയാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ വരുന്നവരെ കൺവിൻസ് ചെയ്തെടുക്കുന്നത്, എങ്ങനെയാണ് നമ്മൾ ആ ബിസിനസ് പ്ലാന് അവരിലേക്കും കൂടി എത്തിക്കുന്നത്. മേ ബി അവർ ഇൻവെസ്റ്റേഴ്സ് ആയിരിക്കാം, അതും അല്ലെങ്കിൽ ബിസിനസ് പാർട്ട്നേഴ്സ് ആയിരിക്കാം. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് പറയുന്നത്, ഡിസൈഡ് നെയിം ആൻഡ് ലോഗോ ഓഫ് യുവർ കമ്പനി ആൻഡ് ഇറ്റ്സ് സ്റ്റാറ്റസ്. ബ്രാൻഡ് എന്ന് പറയുന്നത് ഈവൻറ്റ് മാനേജ്മെൻറ്റ് ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിലൊരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈവൻറ്റ് മാനേജ്മെൻറ്റ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഒരു സർവീസ് ഇൻഡസ്ട്രിയാണ്. മേ ബി നമ്മളുടെ ഫസ്റ്റ് നമ്മൾ ഈവൻറ്റ് മാനേജ്മെൻറ്റ് കമ്പനി സ്റ്റാർട്ട് ചെയ്യും, നമ്മുടെ ഫസ്റ്റ് വർക്ക് വളരെ മോശമായി എങ്കിൽ നമുക്ക് മാർക്കറ്റിൽ പിടിച്ച് നിൽക്കുക എന്നുള്ളത് എന്ത് ചെയ്യുന്നല്ല, വളരെ ബുദ്ധിമുട്ട് പിടിച്ചൊരു പരിപാടിയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സർവീസ് ഇൻഡസ്ട്രിയുടെ അഫ്കോഴ്സ് നമ്മൾ ടൂറിസത്തിൻ്റെയോ അല്ലെങ്കിൽ ഹോസ്പിറ്റാലിറ്റിയുടെയോ ഒക്കെ ക്യാരക്ടറിസ്റ്റിക്സ് പഠിക്കുന്ന സമയത്ത് വേരിയബിലിറ്റി എന്ന് പറയുന്നൊരു പോയിന്റ് എപ്പോഴും പറയാറുണ്ട്. അതായത് നമുക്ക് മോർണിംഗ് കിട്ടുന്നൊരു സർവീസ് നമുക്ക് ഈവനിങ് അതുപോലെ തന്നെ കിട്ടിക്കൊള്ളണമെന്നില്ല. മറ്റൊരാളുടെ വെഡ്ഡിങ്ങിന് കിട്ടിയ അതേ സർവീസ് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് അതേപോലെ കിട്ടുമെന്ന് പറയാൻ പറ്റില്ല. മേ ബി എന്ത് ചെയ്യാം, അതിൽ കുറച്ച് പോസിറ്റീവായിട്ടുള്ള മൂവ്മെൻറ്റുകൾ ഉണ്ടായിരിക്കാം. അതും അല്ലെങ്കിൽ എന്തായിരിക്കും, നമുക്ക് അവിടെ കിട്ടിയതിനേക്കാളും വളരെ മോശമായിരിക്കും. നമുക്ക് അവിടെ കിട്ടിയത് എന്തോ അതേപോലെ സെയിം സർവീസ് എന്ത് ചെയ്യാൻ പറ്റില്ല,
നമുക്ക് ഇവിടെയും കിട്ടുമെന്ന് നമ്മൾക്ക് പ്രതീക്ഷിക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും കമ്പനിക്ക് ഒരു ഇമേജ് ഉണ്ടാക്കിയെടുക്കണം. കമ്പനിക്ക് ഒരു ലോഗോ, കമ്പനിക്ക് മറ്റു കമ്പനികളിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു പേര് തുടങ്ങിയ കാര്യങ്ങളൊക്കെ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. നെക്സ്റ്റ് പറയുന്നത് പ്രിമൈസസ് റിക്വയർമെൻറ്റ് ആൻഡ് മാർക്കറ്റിംഗ് യുവർ ബിസിനസ്. നമ്മുടെ കയ്യിൽ ഐഡിയ ഉണ്ട്, നമ്മൾ കമ്പനി തുടങ്ങി, അതിനൊന്നും കൂടാതെ അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ മാർക്കറ്റ് ചെയ്യണം അല്ലേ. നമുക്കിങ്ങനെ ഒരു കമ്പനി ഉണ്ട് എന്ന് ജനങ്ങൾ അറിയണം. അപ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ജനങ്ങൾ നമ്മളിലേക്ക് വരുന്നത്. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് രജിസ്റ്റർ യുവർ കമ്പനി. അതിന് അടുത്ത പോയിന്റ് പറയുന്നത് രജിസ്റ്റർ ടു പേ ടാക്സ്. നമ്മളൊരു കമ്പനി രജിസ്റ്റർ ചെയ്യുന്നതോടുകൂടെ എന്താണ്, നമ്മൾ ഓട്ടോമാറ്റിക്കലി ടാക്സ് കൊടുക്കാൻ നിർബന്ധിതാവും അല്ലേ. നമ്മൾ എങ്ങനെയാണ് കമ്പനി രജിസ്റ്റർ ചെയ്യുന്നത്, അതിന് ഏത് റൂൾസാണ് ഫോളോ ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ ഇത്തരം കാര്യങ്ങളാണ് നമ്മളൊരു മാർക്കറ്റിലേക്ക് പുതിയൊരു ഈവൻറ്റ് മാനേജ്മെൻറ്റ് കമ്പനി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിനുള്ള സ്റ്റെപ്പുകളായിട്ട് വരുന്നത്. സോ ഇത്രയും കാര്യങ്ങൾ ഫിൽ ചെയ്തതിന് ശേഷം, ഇത്രയും കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായിട്ടുള്ളൊരു ധാരണ ഉണ്ടായതിനു ശേഷമാണ് നമ്മൾ ആക്ച്വലി എന്തിലേക്ക് കിടക്കുന്നത്, ഒരു കമ്പനി തുടങ്ങുന്ന കാര്യങ്ങളിലേക്ക് നമ്മൾ കടക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്തിരിക്കണം, കൃത്യമായിട്ട് എന്തിരിക്കണം, മനസ്സിലാക്കിയിരിക്കണം. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫോമിങ് എ കമ്പനി ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ഒരു കമ്പനി തുടങ്ങുമ്പോൾ നമ്മൾ എന്തൊക്കെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് ഫോളോ ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. The Companies Act of 1956 set down the rules for the establishment of both public and private companies. നമ്മളൊരു പ്രൈവറ്റ് കമ്പനി ആയിരിക്കാം, ഒരു പബ്ലിക് കമ്പനി ആയിരിക്കാം, നമ്മൾ ഏത് റൂൾസാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ 1956 കമ്പനി ആക്ട് എന്ന് പറയുന്ന റൂൾസാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. നെക്സ്റ്റ് പറയുന്ന പോയിന്റ്, എ കമ്പനി ഈസ് ഫോംഡ് ബൈ രജിസ്റ്ററിങ് ദ മെമ്മോറണ്ടം ആൻഡ് ആർട്ടിക്കിൾ ഓഫ് association with the state register of the companies of the state in which the main office is to be located. നമ്മളുടെ മെയിൻ ഓഫീസ് ലൊക്കേറ്റഡ് ചെയ്യുന്നത് ഏത് ഡിസ്ട്രിക്റ്റിലാണെങ്കിലും അല്ലെങ്കിൽ ഏത് സ്റ്റേറ്റിലാണെങ്കിലും ആ സ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻസും എന്ത് ചെയ്യണം, നമ്മൾ ഫോളോ ചെയ്യേണ്ടി വരും. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുമ്പോൾ, നമ്മളൊരു കമ്പനി തുടങ്ങുന്ന സമയത്ത് നമുക്ക് എവിടെ നിന്നൊക്കെ ഏതൊക്കെ രീതിയിലാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഫണ്ട് കിട്ടുന്നത്. ഫിനാൻഷ്യൽ അസിസ്റ്റൻറ്റ്, പുതുതായിട്ടൊരു ഓണ്ടർപ്രണർഷിപ്പ് തുടങ്ങുന്ന സമയത്ത്, പുതുതായിട്ടൊരു സംരംഭകൻ മാർക്കറ്റിലേക്ക് വരുന്ന സമയത്ത് എവിടെ നിന്നൊക്കെയാണ് നമുക്ക് ഫിനാൻഷ്യൽ സപ്പോർട്ട് കിട്ടുന്നത് എന്നുള്ളതാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആ ഒരു ടോപ്പിക്കിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഗവൺമെൻറ് ഗ്രാൻറ്റുകൾ, പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഗവൺമെൻറ്റുകൾ ഓരോ മേഖലയിലേക്കും ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്തുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, അത് ഉപയോഗിച്ച് നമുക്ക് ഓണ്ടർപ്രണർഷിപ്പിലേക്ക് വരാൻ വേണ്ടി പറ്റും. അതായത് പുതുതായിട്ടൊരു സംരംഭകനാകാൻ വേണ്ടി പറ്റും. സ്പോൺസർഷിപ്പുകൾ, അതായത് ചില കമ്പനികളുണ്ട് ഇന്ന ഒരു പുതിയൊരു പ്രോഗ്രാം സ്പോൺസർ ചെയ്യും. അവരുടെ ഒരു മീഡിയ മാർക്കറ്റിംഗ് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണെങ്കിൽ പോലും ചില പ്രോഗ്രാമുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ചില കമ്പനികൾ, വലിയ കമ്പനികൾ സ്പോൺസർ ചെയ്യുന്നുണ്ട്. ഇൻറ്റേർണൽ ഫിനാൻസിങ്, അതായത് നമുക്ക് മറ്റു വഴികളൊന്നുമില്ല എങ്കിൽ നമ്മളൊരു ബിസിനസ് തുടങ്ങിയതിന് ശേഷം അല്ലെങ്കിൽ ഒരു കമ്പനി രജിസ്റ്റർ ചെയ്തതിന് ശേഷം ആ കമ്പനിയുമായി ബന്ധപ്പെട്ടുള്ള രേഖകൾ പണയം വെച്ചിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഫിനാൻസ് സംഘടിപ്പിക്കാറുണ്ട്. എക്സ്റ്റേണൽ ഫിനാൻസ്, ഈ എക്സ്റ്റേണൽ ഫിനാൻസ് എന്നുള്ള പോയിന്റ് പറയുമ്പോൾ നമുക്ക് എന്തായിരിക്കാം, അത് ഷെയർ ആയിരിക്കാം, അതും അല്ലെങ്കിൽ ലോൺ ആയിരിക്കാം, തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് എക്സ്റ്റേണൽ ഫിനാൻസിൽ വരുന്നത്. പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് പ്രൈവറ്റ് സ്പോൺസർ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചില സംഘടനകൾ എന്ത് ചെയ്യുന്നുണ്ട്, ലോൺ കൊടുക്കുന്നുണ്ട്. ഇപ്പം നമുക്ക് വേണമെങ്കിൽ ലോണിൻ്റെ കേസ് പറയുകയാണെങ്കിൽ ബാങ്കുകൾ പറയാം, അതും അല്ലെങ്കിൽ പ്രൈവറ്റ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് പറയാം, പബ്ലിക് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് പറയാം. ഇവരൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ബിസിനസ്സിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വ്യത്യസ്തമായ പേരുകളിൽ ഇവരെന്ത് ചെയ്യുന്നുണ്ട്, ലോണുകൾ കൊടുക്കുന്നുണ്ട്. ലാസ്റ്റ് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു തന്നെയാണ് ബാങ്ക് ആൻഡ് കോർപ്പറേഷൻസ്, അതായത് ബാങ്കുകൾ, പിന്നെ അതോടൊപ്പം തന്നെ ചില സമയത്ത് പബ്ലിക് കോർപ്പറേഷൻസുകൾ, ഇപ്പം നമ്മൾ പറയുകയാണെങ്കിൽ നഗരസഭകൾ, പഞ്ചായത്തുകൾ, മുനിസിപ്പാലിറ്റികൾ, കോർപ്പറേഷനുകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഫണ്ടുകൾ കൊടുക്കാറുണ്ട്. ഇത്തരം കാര്യങ്ങളിൽ നിന്നൊക്കെയാണ് നമുക്കൊരു പുതിയൊരു ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട് നമുക്ക് എവിടെ നിന്നിട്ടുള്ള ഫിനാൻഷ്യൽ അസിസ്റ്റൻറ്റുകൾ കിട്ടുന്നത്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്തൊക്കെ ജോബ്സാണ് ജോബ്സ് ഇൻ ഈവൻറ്റ് മാനേജ്മെൻറ്റ് സെക്ടർ, എന്തൊക്കെ ജോബ്സാണ് ഈവൻറ്റ് മാനേജ്മെൻറ്റ് സെക്ടർ ഓഫർ ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ്. മാർക്കറ്റിംഗ് ആൻഡ് ഈവൻറ്റ് മാനേജർ, അതായത് ഈവൻറ്റ് മാനേജ്മെൻറ്റ് കമ്പനികൾ തുടങ്ങുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഹെഡായിട്ട്, ടോപ്പ് മോസ്റ്റ് പോസ്റ്റായിട്ട് എന്ത് ചെയ്യാം, മാർക്കറ്റിംഗ് ആൻഡ് ഈവൻറ്റ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു പോസ്റ്റിലേക്ക് നമുക്ക് എത്താം. രണ്ടാമത് പറയുന്നത് എക്സിബിഷൻ കോർഡിനേറ്റേഴ്സ്. എക്സിബിഷൻ നടക്കുന്ന സമയത്ത് എന്ത് വേണം, ഓട്ടോമാറ്റിക്കലി എക്സിബിഷൻ കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ആൾക്കാർ വരും. സോ
ഗസ്റ്റ് വരുന്ന സമയത്തോ കസ്റ്റമേഴ്സ് വരുന്ന സമയത്തോ കൃത്യമായിട്ട് വലിയൊരു റഷൊന്നും ഇല്ലാതെ എന്ത് ചെയ്യാൻ അത് കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സിബിഷൻ കോർഡിനേറ്റർ എന്ന് പറയുന്ന ഒരു പോസ്റ്റ് ഉണ്ട്. സോ ഇത് ഈവൻറ്റ് മാനേജ്മെൻറ്റ് ഓഫർ ചെയ്യുന്ന ഒരു ജോബ് പൊസിഷനാണ്. നെക്സ്റ്റ് ജോബ് പൊസിഷൻ എന്ന് പറയുന്നത് ഈവൻറ്റ് പ്ലാനറാണ്. ഇപ്പം നമ്മൾ പോയിട്ട് ഒരു ഈവൻറ്റ് മാനേജ്മെൻറ്റ് കമ്പനിയിൽ പറയുകയാണ്, ഇന്ന ഡേറ്റിൽ എൻ്റെ ഫ്രണ്ടിൻ്റെ അല്ലെങ്കിൽ എൻ്റെ കസിൻ്റെ മാരേജ് ആണ്, സോ നിങ്ങളൊരു ഈവൻറ്റ് പ്ലാൻ ചെയ്യണമെന്ന് പറയുമ്പോൾ അവർ നമ്മളോട് ചോദിക്കും എന്തൊക്കെയാണ് നിങ്ങൾക്ക് റിക്വയർമെൻറ്റ്സ് ഉള്ളതെന്ന് ചോദിക്കും, എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് ചോദിക്കും. മേ ബി നമ്മൾ പറയാം നമുക്കിങ്ങനെ ബ്രൈഡിനും ഗ്രൂമിനും സഞ്ചരിക്കാൻ വേണ്ടിയുള്ള വെഹിക്കിൾ വേണം, അതും അല്ലെങ്കിൽ ഇന്ന ഹോട്ടലിൽ തന്നെ വേണം, അതും അല്ലെങ്കിൽ വേറെ ഫെസിലിറ്റീസ് എല്ലാം വേണം, അതും അല്ലെങ്കിൽ ഫുഡിൽ ഇത്ര മീൽസ് വേണം, നമുക്ക് ഡെസേർട്ടുകൾ ഇത്ര എണ്ണം വേണം, അല്ലെങ്കിൽ ബ്രഞ്ച് വേണം, ഹൈ ടീ വേണം, തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമ്മൾ വളരെ ഡീപ്പായിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കും. ചിലരെ സംബന്ധിച്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെഡ്ഡിങ്ങിന് ഉപയോഗിക്കുന്ന മെറ്റീരിയൽസിൻ്റെ കളർ കോമ്പിനേഷൻ ഉണ്ടായിരിക്കും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പ്രിഫറൻസുകൾ ഉണ്ടായിരിക്കും. ഈ പ്രിഫറൻസുകൾ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, അവർ ഓട്ടോമാറ്റിക്കലി അതിനനുസരിച്ച രീതിയിലുള്ള ഒരു ഈവൻ്റ് എന്ത് ചെയ്യുന്നു നമുക്ക് പ്ലാൻ ചെയ്ത് തരും. ഇത്തരം ആൾക്കാരെയാണ് നമ്മൾ ഈവൻറ്റ് പ്ലാനർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് കോൺഫറൻസ് ആൻഡ് ബാങ്ക്വറ്റിംഗ് മാനേജർ. കോൺഫറൻസ് എന്ന് പറയുന്നത് നമ്മളുടെ നോർമലി കോൺഫറൻസ് തന്നെയാണ്. ബാങ്ക്വറ്റ് എന്ന് പറയുന്നത് നോർമലി ഈ ടേം നമുക്ക് കേൾക്കാൻ വേണ്ടി പറ്റുന്നത് ഹോട്ടൽ ഇൻഡസ്ട്രിക്കകത്താണ്. ഹോട്ടൽ ഇൻഡസ്ട്രിക്കകത്ത് ഫങ്ഷൻസുകൾ നടക്കുന്ന ഹാളുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബാങ്ക്വറ്റ് എന്ന് പറയുന്നത്. പൊതുവേ നമ്മളിപ്പോൾ ഒരു ഹോട്ടലിലാണ് ഒരു ഫംഗ്ഷൻ നടത്തുന്നതെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ബാങ്ക്വറ്റുകൾ ഡീൽ ചെയ്യുന്നത് ഫുഡ് ആൻഡ് ബീവറേജ് ഡിപ്പാർട്ട്മെൻറ്റിന് കീഴിൽ വരുന്ന 2 ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട്. ഫുഡ് ആൻഡ് ബീവറേജ് പ്രൊഡക്ഷനും അതോടൊപ്പം തന്നെ ഫുഡ് ആൻഡ് ബീവറേജ് സർവീസും. ഫുഡ് ആൻഡ് ബീവറേജ് സർവീസിൻ്റെ ഹെഡായിട്ടുള്ള ഫുഡ് ആൻഡ് ബീവറേജ് മാനേജറുടെ കീഴിലായിരിക്കും എപ്പോഴും ബാങ്ക്വറ്റ് ഹാളുകൾ എന്ത് ചെയ്യുന്നത് റെഡിയാക്കി തരുന്നത്, എന്തെങ്കിലും ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ട് അറേഞ്ച്മെൻറ്റ് ചെയ്യുന്നതൊക്കെ. ഇൻ കേസ് നമ്മൾ ഒരു ഈവൻറ്റ് മാനേജ്മെൻറ്റ് കമ്പനിയുമായിട്ടാണ് ടൈപ്പിൽ എത്തിയിട്ട് ഇത്തരം ഒരു ഫംഗ്ഷൻ ഇന്നൊരു ഹോട്ടലിൽ വെച്ച് നടത്തുന്നതെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് അവിടെ ഒരുപാട് റോളുകളുണ്ടല്ലേ. നമുക്ക് അവരോട് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അതായത് സർവീസ് മാനേജറോട് പറയണം ഇന്ന കാര്യങ്ങളെല്ലാം നമുക്ക് വേണം, ഇന്ന നേരത്തെ നമുക്ക് ഫുഡ് സെർവ് ചെയ്യാൻ പറ്റണം, ഇന്ന രീതിയിലായിരിക്കണം സ്റ്റേജ്, തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമുക്ക് അവരുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം. ഇൻ കേസ് അവരുടെ കയ്യിലൊരു സർവീസ് ഇല്ല എങ്കിൽ ആ സർവീസ് എന്ത് ചെയ്യണം, നമ്മൾ അറേഞ്ച് ചെയ്തിട്ട് അവിടെ എത്തിക്കണം അല്ലേ. എപ്പോഴും ഈവൻറ്റ് മാനേജ്മെൻറ്റ് കമ്പനിയിൽ കസ്റ്റമറുടെ സാറ്റിസ്ഫാക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റാണ്. സോ ഇത്തരം കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊരു ബാങ്ക്വറ്റ് മാനേജർ ആവശ്യമുണ്ട്. നെക്സ്റ്റ് ഔട്ട്ഡോർ ഇൻസ്ട്രക്ടർ. ഔട്ട്ഡോറിലായിട്ടുള്ള എന്തെങ്കിലും പ്രോഗ്രാമുകൾ നടത്തുകയാണെങ്കിൽ ഇൻസ്ട്രക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് എന്ത് വേണം, അല്ലെങ്കിൽ ഔട്ട്ഡോർ ആയിട്ടുള്ള സർവീസുകളെല്ലാം ഒന്നിച്ചു കൂട്ടാൻ വേണ്ടിയിട്ട് കൃത്യസമയത്തുകൾ ആ സർവീസുകൾ ഡെലിവറി കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഔട്ട്ഡോർ ഇൻസ്ട്രക്ടർ എന്ന് പറയുന്ന പോസ്റ്റ് ഉണ്ട്. സ്റ്റേജ് ടെക്നീഷ്യൻസ്. കോൺഫറൻസുകൾ, എക്സിബിഷൻസുകൾ, ട്രൈഡ് ഷോസുകളെല്ലാം നടക്കുന്ന സമയത്ത് സ്റ്റേജിന് വളരെ ഇമ്പോർട്ടൻ്റ് ഉണ്ട്. ഇത്തരം സ്റ്റേജുകളിൽ മിക്കവാറും പവർ പോയിൻ്റ് പ്രസൻറ്റേഷൻ ഉണ്ടായിരിക്കും. മേ ബി ബാക്കിലായിട്ട് നമുക്കൊരു LED സ്ക്രീൻ കാണാൻ പറ്റും. ലൈറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇത്തരം കാര്യങ്ങളിലൊക്കെ എന്ത് വേണം, നമുക്കൊരു ടെക്നീഷ്യൻ ആവശ്യമുണ്ട്. സോ ഈവൻറ്റ് മാനേജ്മെൻറ്റിന് കീഴിൽ വരുന്ന അടുത്ത ജോബാണ് സ്റ്റേജ് ടെക്നീഷ്യൻ എന്ന് പറയുന്നത്. വെന്യൂ മാനേജർ. പ്രോഗ്രാം നടക്കുന്ന സ്ഥലത്തെ എൻ്റയർ ആക്ടിവിറ്റീസിനെ കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോഗ്രാം മാനേജർ എന്ന് പറയുന്ന പോസ്റ്റ് വരുന്നുണ്ട്. നെക്സ്റ്റ് ലോജിസ്റ്റിക്സ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ മാനേജർ. പെട്ടെന്ന് ഇപ്പോൾ കേരളം ബേസ്ഡ് ആയിട്ടൊരു കമ്പനിയാണ്, ഈവൻറ്റ് മാനേജ്മെൻറ്റ് കമ്പനിയാണ്. അവർക്ക് ഗോവയിലാണ് ഒരു ബീച്ച് വെഡ്ഡിംഗ് ആണ് അവർ കണ്ടക്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ അവർക്ക് എന്ത് ചെയ്യേണ്ടി വരും, ഇവിടെ നിന്നുള്ള അവരുടെ ഗുഡ്സുകൾ, ഇവരുടെ സർവീസ് പ്രൊവൈഡേഴ്സിനൊക്കെ എന്ത് ചെയ്യേണ്ടി വരും, അവിടെ ഗോവയിൽ എത്തിക്കേണ്ടി വരും. സോ അവരെന്ത് ചെയ്യേണ്ടി വരും, ഒരു ട്രാൻസ്പോർട്ടേഷൻ, ഒരു ഹ്യൂജ് ട്രാൻസ്പോർട്ടേഷൻ അവർക്ക് വേണ്ടി വരും, ലോജിസ്റ്റിക്സ് അവർക്ക് വേണ്ടി വരും. സോ ഇത്തരം കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് എന്ത് ഒരു പൊസിഷൻ ഉണ്ട്, ലോജിസ്റ്റിക്സ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ മാനേജർ എന്ന് പറയുന്ന ഒരു പോസ്റ്റ് ഉണ്ട്. അടുത്ത പോസ്റ്റ് എന്ന് പറയുന്നത് സ്റ്റേജ് ഡെക്കറേറ്റർ. അതായത് സ്റ്റേജ് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡെക്കറേറ്റർ എന്ന് പറയുന്ന ഒരു പോസ്റ്റ് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇൻഫർമേഷൻ മാനേജർ. ഫീഡ്ബാക്കുകളായിരിക്കാം, അതും അല്ലെങ്കിൽ ഗസ്റ്റിൻ്റെ നീഡ്സ് ആൻഡ് റിക്വയർമെൻറ്റ്സ് ആയിരിക്കാം, ഇത്തരം കാര്യങ്ങൾ അതുമായിട്ട്, അല്ലെങ്കിൽ കമ്പനിയിലേക്ക് വരുന്ന എൻക്വയറീസ് ആയിരിക്കാം, ഇതെല്ലാം ഡീൽ ചെയ്യുന്ന ഒരു ഇൻഫർമേഷൻ മാനേജർ ഉണ്ടായിരിക്കും. അതായത് മേ ബി ഇപ്പോൾ ഒരു ട്രാൻസ്പോർട്ടേഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന സമയത്ത് ഇന്ന സ്ഥലത്തേക്ക് ഇത് അയച്ചിട്ടുണ്ടെന്നുള്ളതിനെ കുറിച്ച് കൃത്യമായിട്ട് നമ്മൾ റിപ്പോർട്ട് ആർക്ക് കൊടുക്കേണ്ടി വരും, ഈ ഇൻഫർമേഷൻ മാനേജർ കൊടുക്കേണ്ടി വരും. അദ്ദേഹമായിരിക്കും എല്ലാ ഇൻഫർമേഷൻസിനെയും പാസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് കൺഫേം ചെയ്യുന്നത്, ഇന്ന സമയത്ത് ഇന്ന സർവീസ് പ്രൊവൈഡർ ഇന്ന കാര്യം ചെയ്തോ എന്നുള്ളത് കൺഫേം ചെയ്യുന്നത്, തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ആരായിരിക്കും, ഇൻഫർമേഷൻ മാനേജർ ആയിരിക്കും. സെക്യൂരിറ്റി മാനേജർ.
ഞാൻ പറഞ്ഞിട്ടുണ്ടോയെന്ന് അറിയില്ല, നമ്മുടെ മുംബൈ താജ ആക്രമണത്തിന് ശേഷമാണ് ഇന്ത്യയിൽ ഹോട്ടൽ ഇൻഡസ്ട്രിയിലും ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രിയിലും ഇത്ര അധികം സെക്യൂരിറ്റി ഇഷ്യൂസ് വരുന്നത്. അതിനുശേഷമാണ് ഹോട്ടൽ ഇൻഡസ്ട്രിയിലും ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രിയിലും ഇത്ര അധികം സെക്യൂരിറ്റി കൊണ്ടുവരുന്നത്. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗസ്റ്റുകൾ വരുന്ന ഫംഗ്ഷനുകളാണെങ്കിൽ ടൈറ്റ് സെക്യൂരിറ്റി എന്ത് ചെയ്യേണ്ടി വരും, നമുക്ക് കൊടുക്കേണ്ടി വരും. സ്വാഭാവികമായിട്ടും ഈ സെക്യൂരിറ്റിനെ എല്ലാം കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സെക്യൂരിറ്റി മാനേജർ എന്ന് പറയുന്ന പോസ്റ്റ് നിർബന്ധമായിട്ട് നമുക്ക് വേണ്ടി വരും. ഇൻഫ്രാസ്ട്രക്ചർ മാനേജർ. ഇൻഫ്രാസ്ട്രക്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ, മേ ബി ഇലക്ട്രിസിറ്റി ആയിരിക്കാം, മേ ബി വാട്ടർ ആയിരിക്കാം, മേ ബി ഇപ്പോൾ ഒരു ഈവൻറ്റ് നടക്കുകയാണെങ്കിൽ അതിൻ്റെ വെന്യൂ സെറ്റിങ്സ് ആയിരിക്കാം. ഇൻഫ്രാസ്ട്രക്ചർ, അതായത് ബേസിക്കലി നടക്കേണ്ട എല്ലാ കാര്യങ്ങളും, അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും കോർഡിനേറ്റ് ചെയ്യുന്നവരായിരിക്കും ഇൻഫ്രാസ്ട്രക്ചർ മാനേജർ ആയിരിക്കും. സോ ഈ ഒരു പോസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഈവൻറ്റ് മാനേജ്മെൻറ്റ് ഇൻഡസ്ട്രിയിൽ ഓഫർ ചെയ്യുന്നുണ്ട്. സോ ഇത്തരം കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇത്രയും ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആണ് ഈവൻറ്റ് മാനേജ്മെൻറ്റ് കമ്പനി നമുക്ക് ഓഫർ ചെയ്യുന്നത്. തുടക്കത്തിൽ ഞാൻ പറഞ്ഞു 2016 കണക്ക് പ്രകാരം ഈവൻറ്റ് മാനേജ്മെൻറ്റ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് വളരെ ബൂം ചെയ്തു വരുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. അവിടെയുള്ള എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതോടൊപ്പം തന്നെ സ്പെഷ്യലി നമ്മൾ ഇന്ന് ഫോക്കസ് ചെയ്ത് പറഞ്ഞത് ഓൺടർപ്രണർഷിപ്പ് ഓപ്പർച്യൂണിറ്റീസ് ആണ്. ഒരു പുതിയ സംരംഭം തുടങ്ങുന്നത് എങ്ങനെയാണ്, സംരംഭങ്ങൾക്കുള്ള ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ്, എന്തൊക്കെ ജോബുകളാണ് അവിടെ ഓഫർ ചെയ്യുന്നത്, ഏത് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്, തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. ഈ ഒരു ചോദ്യം നിങ്ങൾക്ക് എക്സാമിന് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇൻ കേസ് വരുവാണെങ്കിൽ ജനറലൈസ് ചെയ്തിട്ട് വളരെ കൃത്യമായിട്ട് പോയിൻ്റ് ഔട്ട് ചെയ്തിട്ട് ഒരു സോർട്ട് അനാലിസിസ് ഒക്കെ കൊടുത്ത് പോയിൻ്റ് ഔട്ട് ചെയ്തിട്ട് നിങ്ങൾ എപ്പോഴും എഴുതാൻ വേണ്ടി ശ്രമിക്കുക. എസ് ആണ് വരുന്നതെങ്കിൽ വളരെ ഡീപ്പായിട്ട് ഓരോ കാര്യങ്ങളെ എടുത്ത് എഴുതി നിങ്ങൾ അവതരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഹോപ്പ്ഫുള്ളി ഇന്നത്തെ സെഷൻ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.